ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ പെയർ ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികളിലെ 8ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 18-ലെ 4ഉം 5ഉം ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 1, 2, 3 ചോദ്യങ്ങൾ ചെയ്തു. ഇവിടെ 4ാമത്തെ ചോദ്യം ആദ്യം നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽസ് ഈസ് 2180 rupees. The price of 16 trophies and 17 medals is 2110 rupees. What is the price of each? അതായത് 17 ട്രോഫികളും 16 മെഡലുകളും കൂടി 2180 രൂപയാണ് വില. 16 ട്രോഫികൾക്കും 17 മെഡലുകൾക്കും കൂടി 2110 രൂപയാണ് വില. ഒരു ട്രോഫിയുടെ വില എന്താണ്, ഒരു മെഡലിൻ്റെ വില എന്താണ്? അപ്പോൾ നമുക്കിവിടെ 2 ഐറ്റംസ് ആണ്, ട്രോഫിയും മെഡലും. അപ്പോൾ ട്രോഫിയുടെ പ്രൈസിന് എക്സ് എന്ന് എടുക്കാം, മെഡലിൻ്റെ പ്രൈസിന് വൈ എന്നും എടുക്കാം. ഇനി ആദ്യത്തെ സെൻറ്റൻസിൽ എന്താണ് പറയുന്നത്? പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽസ്. അപ്പോൾ 17 ട്രോഫി വരുമ്പോൾ 17x പ്ലസ് 16 മെഡൽസ് 16y. ടോട്ടൽ എത്ര രൂപയാണ്? 2180 rupees. ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ് പറയുന്നത്? ദ പ്രൈസ് ഓഫ് 16 ട്രോഫീസ് ആൻഡ് 17 മെഡൽസ്. അപ്പോൾ 16x പ്ലസ് 17y ഈക്വൽ ടു 2110 rupees. 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നോക്കിക്കേ, എക്സിൽ ആദ്യത്തെ ഇക്വേഷനിൽ 17, രണ്ടാമത്തേൽ 16, വൈയിൽ ആദ്യത്തെ 16, രണ്ടാമത്തെ 17. നമ്മൾ ഇതേപോലെ 2ഉം 3ഉം ഒക്കെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യത്തേൽ ഇപ്പോൾ എക്സ് ആണ് ക്യാൻസൽ ചെയ്യേണ്ടതെങ്കിൽ ഒന്നാമത്തേൽ എക്സിൻ്റെ വില രണ്ടാമത്തതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, രണ്ടാമത്തെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ കൊണ്ട് ആദ്യത്തേനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 17ഉം 16ഉം കൊണ്ട് ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ വലിയ വലിയ നമ്പേഴ്സിലേക്ക് നമ്മൾ പോകും അല്ലേ? നമുക്കത് സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മളിവിടെ വേറൊരു മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ 2 ഇക്വേഷൻസിനെ അങ്ങ് നേരെ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പം 17 മൈനസ് 16 എന്ന് പറയുമ്പോൾ 1x എന്ന് പറയുന്നത് എക്സ് തന്നെയാണല്ലോ. ഇനി പ്ലസ് 16 മൈനസ് 17 കണ്ടല്ലോ, 16 മൈനസ് 17. അപ്പോൾ അത് -1 അല്ലേ? -1y, അതായത് y ഈക്വൽ ടു 2180 മൈനസ് 2110 എന്ന് പറയുന്നത് 70 ആണ്. ഈ ഇക്വേഷനെ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ എടുക്കാം. അപ്പോൾ കുറച്ച് ചെറുതായി വന്നിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 16ഉം 17ഉം എക്സ് ആണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ 16 അല്ലേ ചെറുത്. അപ്പോൾ ആ ഇക്വേഷൻ, അതായത് രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തിട്ട് അതിലെ എക്സിൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇതിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് രണ്ടും സെയിം ആക്കി ക്യാൻസൽ ചെയ്യും. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഈ പുതിയ ഇക്വേഷനെ 16 കൊണ്ട് ഗുണിക്കുന്നു. ഈ 16 കിട്ടിയത് എവിടെ നിന്നാ? രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ കൂടെ കിടക്കുന്ന കോഎഫിഷ്യൻറ്റ്, അതാണ് 16. അവിടെ നിന്നാണ് നമ്മൾ ഇവിടെയും 16 ആക്കാൻ വേണ്ടിയിട്ട് 16 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു 16 എന്ന് പറയുന്നത് 16x മൈനസ് y ഇൻറ്റു 16 എന്ന് പറയുന്നത് 16y ഈക്വൽ ടു 70 ഇൻറ്റു 16 1120 എന്ന് വന്നല്ലോ. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് നാലാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി നമ്മൾ ഈ രണ്ടാമത്തതും നാലാമത്തതും കൂടെ എടുത്താണ് സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 16x പ്ലസ് 17y ഈക്വൽ ടു 2110ഉം നാലാമത്തെ ഇക്വേഷൻ 16x മൈനസ് 16y ഈക്വൽ ടു 1120. ഇത് രണ്ടാമത്തെ ഇക്വേഷനും ഇത് നാലാമത്തെ ഇക്വേഷൻ, ഇത് തമ്മിലാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ക്യാൻസലായി പൊക്കോളുകൾ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇനി ബാക്കി എന്ത് വരും? ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ മൈനസ് വരുമ്പം ഈ താഴെ കിടക്കുന്നതിൻ്റെ ചിഹ്നം മാറ്റി എളുപ്പത്തിൽ വേണമെങ്കിൽ ചെയ്യാം. അതായത് ഈ മൈനസ് എന്താകും? പ്ലസ് ആകും.
ഈ മൈനസ് പ്ലസ് ആകും, ഈ പ്ലസ് മൈനസും ആകും. എന്നിട്ട് ഇങ്ങോട്ട് ആഡ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ 17 + 16, പിന്നെ ഈ മൈനസ് സൈനിനെ നോക്കുകയേ ചെയ്യരുത്. അപ്പോൾ 17 + 16 എന്ന് പറയുന്നത് 33y = 2110 - 1120. അപ്പോൾ ഇവിടെ കുറയ്ക്കുക ചെയ്യേണ്ടത് അല്ലേ. എവിടെ മൈനസ് വരുന്നു അത് പ്ലസ് ആകും, എവിടെ പ്ലസ് വരുന്നു അത് മൈനസ് ആകും. അപ്പോൾ എത്ര വന്നു? 990 എന്ന് വന്നല്ലോ. അപ്പോൾ 33y 990 ആണെങ്കിൽ y എത്ര വരും? y = 990 / 33 അല്ല, ഇവിടെ ഗുണിച്ചിരിക്കുന്ന അപ്പുറത്ത് പോകുമ്പോൾ ഹരണമാവും. അപ്പോൾ 33 × 3 ആണല്ലോ 99 അല്ലേ. അപ്പോൾ 30 എന്ന് വന്നല്ലോ, y 30 എന്ന് കിട്ടി. ഇനി x - y = 70 എന്നുള്ള ഏറ്റവും ചെറിയ ഇക്വേഷൻ ഉണ്ടല്ലോ മൂന്നാമത്തെ, അതിനകത്ത് y ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ x കിട്ടും. x - y = 70 എന്നുള്ള ഈ മൂന്നാമത്തെ ഇക്വേഷനകത്ത് y ഇട്ട് കൊടുക്കുക. അപ്പോൾ x - 30 = 70, അല്ലെങ്കിൽ x = എത്ര വന്നു? ഈ 70 എഴുതുക, -30 അപ്പുറത്ത് പോകുമ്പോൾ +30 ആയി. അപ്പോൾ 100 എന്ന് കിട്ടിയല്ലോ. x = 100 എന്നും y = 30 എന്ന് കിട്ടി. അപ്പോൾ ട്രോഫിയുടെ വില എന്താണ്? 100 രൂപ. ഇതാണ് ട്രോഫിയുടെ വില, ഇതാണ് മെഡലിൻ്റെ വില. മനസ്സിലായല്ലോ? ലാസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് പ്രൈസ് ഓഫ് എ ട്രോഫി ഈസ് 100 rupees ആൻഡ് പ്രൈസ് ഓഫ് എ മെഡൽ ഈസ് 30 rupees എന്ന് എഴുതാം. ട്രോഫിയുടെ വില 100 രൂപയും മെഡലിൻ്റെ വില 30 രൂപയെന്ന് എഴുതിയാൽ മതി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ആൻ ഓബ്ജെക്റ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ സ്പീഡ് ഓഫ് u m/s ആൻഡ് travels along a straight line. If the speed increases at the rate of a m/s every second, the distance travelled in time t seconds is ut plus half at square. The distance travelled in 2 seconds is 10 meters and the distance travelled in 4 seconds is 28 meters. What was the starting speed? What is the rate at which speed is increasing? അതായത് u m/s എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും a m/s എന്ന നിരക്കിൽ വേഗം കൂടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു ഇങ്ങനെ t സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം ut plus half at² ആണ്. ഒരു വസ്തു 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററും സഞ്ചരിക്കുന്നു. യാത്രയുടെ തുടക്കത്തിൽ വേഗം എന്തായിരുന്നു? ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിനുള്ള നിരക്ക് എന്ത്? അപ്പോൾ തുടക്കത്തിലെ വേഗത എന്താ? u മീറ്റർ അല്ലേ, u m/s ആണ്. നിരക്കോ a m/s. സ്റ്റാർട്ടിംഗ് സ്പീഡ് u m/s, റേറ്റ് a m/s ആണ്. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഇവിടെ ഒരു സമവാക്യം തന്നിട്ടുണ്ട്: ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ t സെക്കൻഡ്സ്. t സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം ut plus half at² ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എന്തെഴുതാം? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ t സെക്കൻഡ്സ്. അതായത് t സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരമാണ് ut plus half at². ഇനി നമുക്ക് തന്നിട്ടുണ്ട് 2 സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഈ ടിക്ക് പകരം 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? u × 2 plus half × a × 2². മനസ്സിലായല്ലോ? അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 seconds = ടിക്ക് 2 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ u × 2, അപ്പോൾ 2u എന്ന് എഴുതാമല്ലോ, പ്ലസ് ഹാഫ് a × t². t 2 ആണ്, അപ്പോൾ 2² അല്ലേ. ഇതെന്ന് പറയുന്നത് എന്താ? എത്ര മീറ്റർ ആണ്? 10 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. = 10 meters എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2² എന്ന് പറഞ്ഞാൽ 2 × 2 ആണല്ലോ. അതിൽ ഒരു 2ഉം ഈ താഴത്തെ 2ഉം കൂടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എന്ത് വരും? 2u plus 2a = 10 എന്ന് എഴുതാമല്ലോ. മനസ്സിലായോ? ഹാഫ് a × 2² ഉണ്ട്. 2² നമ്മൾ 2 × 2, അതിൽ ഒരു 2ഉം ഈ 2ഉം ക്യാൻസൽ ആയിപ്പോയി. പിന്നെ a × 2 എന്നുള്ളതാണ് 2a ആയത്, = 10. ഇവിടെ 3 ഇടത്തും
ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് എന്തൊക്കെയാണ്? 2, 2, 10. ഇത് 2ൻ്റെ ടേബിളിലുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഹരിക്കാം? 2 കൊണ്ട് ഹരിക്കാം ഓരോന്നിനെയും 2 വശത്തും. അപ്പോൾ എന്താ? 2uനെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ u ആയി, 2a 2 കൊണ്ട് ഹരിക്കുമ്പോൾ a ആയി, 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ആയി. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ആയാലും നമ്മൾ എപ്പോഴും സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും ചെറിയ ഫോമിൽ കൊണ്ടുവന്ന് വെക്കുക. ഇനി ഇതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന എന്താണ്? 4 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം തന്നിട്ടുണ്ട് അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 സെക്കൻഡ്സും കൂടെ തന്നിട്ടുണ്ട്. അതെത്രയാണ്? 28 മീറ്റർ ആണ്. അപ്പോൾ അതും കൂടെ എഴുതാം. അപ്പോൾ ടിക്ക് പകരം എന്ത്? 4 ഇട്ട് കൊടുക്കണം അല്ലേ? u × 4. അപ്പോൾ 4u എന്ന് വന്നു, പ്ലസ് ഹാഫ് a × 4² ഈക്വൽ ടു 28 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് അതുപോലെ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. ഹാഫ് ഇൻറ്റു a × 4² എന്ന് പറഞ്ഞാൽ 4 × 4. ഒരു 4നെ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടുമല്ലോ അല്ലേ? 4 × 2 8, 8a എന്ന് വന്നല്ലോ. അപ്പോൾ എന്തെഴുതാം? 4u + 8a ഈക്വൽ ടു 28 എന്ന് വന്നു. ഇത് 4ഉം 8ഉം 28ഉം ഏതിൻ്റെ ടേബിളിലാണ് ഉള്ളതെന്ന് നോക്കുക. അപ്പോൾ ഏതിൻ്റെ ടേബിളിലാണ്? 4ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ? 4uനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ u ആയി, 8a 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2a ആയി, 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. 7 4s ആണ് 28. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനും ആയാലും. ഇനി ഈ 2 ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യാം. അതായത് u + 2a ഈക്വൽ ടു 7 എന്നും കിട്ടി, u + a ഈക്വൽ ടു 5 എന്നും കിട്ടി. ഇത് സോൾവ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്താൽ മതി. യുവിൻ്റെ കോഎഫിഷ്യൻസും സൈനും സെയിം ആയതുകൊണ്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ യു ക്യാൻസൽ ആവും. അപ്പോൾ 2a - a എന്താ? ഇവിടെയും ഈ മൈനസിന് പകരം ഇവിടുത്തെ സൈൻ ചേഞ്ച് ചെയ്താൽ മതി അല്ലേ? മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 - 1 എന്ന് പറയുന്ന 1a, അതായത് a. ഇവിടെയും പ്ലസ് എന്താവും? മൈനസ് ആവും. അപ്പോൾ 7 - 5 എത്രയാണ്? 2. a 2 എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കണം? യുവും കൂടെ കണ്ടുപിടിക്കണം. u + a 5 ആണല്ലോ. u + a ഈക്വൽ ടു 5 ആണ്. അപ്പോൾ u + a എന്ന് പറയുന്ന 2 ഈക്വൽ ടു 5. അപ്പോൾ u എത്ര വന്നു? 5 - 2 ഈക്വൽ ടു 3. ഇനി u ആരാണ്? സ്റ്റാർട്ടിംഗ് സ്പീഡാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ട് സ്റ്റാർട്ടിംഗ് സ്പീഡ്, തുടക്കത്തിലെ വേഗം, ഈക്വൽ ടു 3 m/s എന്ന് എഴുതാം. ഇനി അടുത്ത എന്താണ്? റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ സ്പീഡ്. അതല്ല എ എത്രയാണ്? 2 m/s. അതായത് ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് 2 m/s, തുടക്കത്തിലെ വേഗം 3 m/s എന്നും ആൻസർ കിട്ടിയല്ലോ. 2 ചോദ്യങ്ങൾ മനസ്സിലായല്ലോ. നന്നായിട്ട് എഴുതി പഠിക്കുക. ഇനി ബാക്കി 2 ചോദ്യങ്ങളും കൂടെ ഉള്ളൂ. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം.